कि नमाज पढ़ते हुए अगर ये हालत नहीं कि तुम समझो तुम खुदा को देख रहे हो, तो कम से कम ये ख्याल करो कि खुदा ताला तुम्हें देख रहा है। ഇപ്പോൾ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ഒരവസ്ഥയിലെങ്കിലും നിങ്ങൾ നമസ്കരിക്കുക. वो खुदा जो सब ताकतों का मालिक है, എല്ലാവിധത്തിലുള്ള കഴിവുകളുമുള്ള അള്ളാഹു, जो दिलों का हाल जानता है, അവൻ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയും. जब ये ख्याल होगा वो सब ताकतों वाला खुदा हमें देख रहा है, तो उसकी इबादत करने की तरफ तवज्जो पैदा होगी. എല്ലാ കഴിവുകളുമുള്ള അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ആ ചിന്ത നമുക്കുണ്ടാകുമ്പോൾ അവനെ പൂർണ്ണമായ രീതിയിൽ ആരാധിക്കാനുള്ള ചിന്തയും അവസ്ഥയും നമുക്കുണ്ടായിത്തീരുന്നതാണ്. उस तरह खालिस होकर इबादत करने की तवज्जो पैदा होगी जो खुदा ताला की रहमत को जज़्ब करने वाली होगी. അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആകർഷിക്കുന്ന രീതിയിൽ പൂർണ്ണമായും അള്ളാഹു വിലയം പ്രാപിച്ചുകൊണ്ട് ആരാധിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. हम अपनी नमाजों को उस तरह हिफाजत करने वाले फिर बनेंगे जो दुनियावी लज़्ज़ात, दुनियावी कारोबार, दुनियावी मकासद को सानवी हैसियत दे रहे होंगे. നമ്മളെ ആരാധനകൾ നമ്മൾ എത്രമാത്രം ഉന്നതിയിൽ വെക്കണം എന്ന് വെച്ചാൽ, ഭൗതികമായിരിക്കുന്ന നമ്മളെ ആനന്ദങ്ങളും ഭൗതികമായിരിക്കുന്ന നമ്മളെ ബിസിനസ്സുകളും കച്ചവടങ്ങളും എല്ലാം തന്നെ അതിന് ദ്വിതീയ സ്ഥാനമായിരിക്കണം നമ്മൾ നൽകേണ്ടത്. और ये चीज है जो हमें अपनाओ समा बनाएगी. ഇതായിരിക്കും നമ്മളെ ആത്മീയമായ മക്കൾ, ആകാശീയ മക്കളാക്കി നമ്മളെ മാറ്റുക. और यही चीज है जो हमें उस मुकाम पर लाने वाली होगी जिससे हम हकीकी ज़िंदगी में, हकीकी रंग में हज़रत मसीह मौऊद अलैहिस्सलाम की जमात में शुमार किए जाने वाले बनेंगे. വലിയൊരവസ്ഥ കൈവരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുന്നത്. ये बातें इसलिए नहीं मैं बयान की जा रही कि जिन लोगों की हालत में असर नहीं आती वो मायूस होकर एक तरफ बैठ जाएं. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു അവസ്ഥ കൈവരിക്കാൻ കഴിയാത്തവര് നിരാശരായി ഒരു മൂലയിൽ കുത്തിയിരിക്കണം എന്നുള്ളത് കൊണ്ടല്ല. हम तो ये मयार ना हासिल कर सकते हैं, ना हमने किया है, इसलिए जमात से बाहर हो गए हम. എന്നാൽ പല ചിലരും കരുതും നമ്മൾക്ക് ഏതായാലും ഈ സ്ഥാനം കൈവരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ജമാഅത്തിൽ നിന്ന് പുറത്താണ് എന്ന് ധരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം തന്നെ വിവരിച്ചിരിക്കുന്നത്. ये वो आला मयार हैं जिनके असूल की हमें कोशिश करनी चाहिए. ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ഥാനം നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. हम आगे बढ़ने वाली जमातों के लिए हमेशा बड़े टारगेट मुकर्रर होते हैं. മുമ്പോട്ട് കുതിക്കുന്ന ജമാഅത്തുകൾക്ക് വലിയ വലിയ പാതകൾ ഉണ്ടാകും, വലിയ വലിയ മൈതാനങ്ങൾ ഉണ്ടാകും. फिर अल्लाह ताला के फजल और बरकतें पहले से बढ़कर नाज़िल होते हैं. അപ്പോഴായിരിക്കും അള്ളാഹുവിന്റെ ഫളലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ആദ്യത്തേക്കാൾ ഉപരി അവരിൽ വർഷിച്ചുകൊണ്ടിരിക്കുക. अल्लाह ताला फरमाता है वो रहमती वसीअत कुल्ल शैइन, मेरी रहमत हर एक चीज पर हावी है. അള്ളാഹു താല പറയുന്നു, എന്റെ റഹ്മത്ത് എല്ലാത്തിനേക്കാളും മുമ്പന്തിയിലാണ്, അതിനെല്ലാം തന്നെ വലയം ചെയ്തിരിക്കുന്നു. बस जो हम हासिल कर रहे हैं अल्लाह ताला के फजल से मिल रहा है. നമ്മൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതെല്ലാം തന്നെ അള്ളാഹുവിന്റെ ഫളല് കൊണ്ടാണ്, അള്ളാഹുവിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. और नेकियों में आगे बढ़ते चले जाने का हुक्म है अल्लाह ताला का. അള്ളാഹു നമ്മളോട് നന്മയിൽ മുന്നേറാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. बस ये न समझें कि जो हासिल नहीं कर सकते या नहीं किया इसलिए हम मायूस हो गए, बल्कि बढ़ते चले जाएं तो अल्लाह ताला अपने फजल से, अपनी रहमत से आगे बढ़ाता चला जाएगा. അതുകൊണ്ട് നാം ഈ സ്ഥാനം കരസ്ഥമാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും തന്നെ നിരാശരാകിയിരിക്കേണ്ട. നിങ്ങൾ ഓരോരുത്തരും തന്നെ വളരെ മുന്നോട്ട് കുതിക്കാൻ വേണ്ടി, ആ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി തീവ്ര ശ്രമം നടന്നുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ആ സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. और फिर मिनहसुल जमात अल्लाह ताला के फजल से ജമാഅത്ത് തലത്തിൽ इन इनामों और फजलों के वारिस हम बन रहे हैं. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വിധത്തിലുള്ള അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും ഉടമസ്ഥരായി നമ്മൾ മാറുന്നതാണ്. जो अल्लाह ताला ने हज़रत मसीह मौऊद अलैहिस्सलाम की जमात के लिए मुकद्दर फरमाए हैं. ഏതൊരു അനുഗ്രഹങ്ങളാണോ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന് വേണ്ടി അള്ളാഹു നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. अल्लाह ताला के फजल से जमात में ऐसे लोग भी बहुत हैं जो अपनी इबादतों के मयार हासिल करने वाले हैं. ഈ ഒരു ഇബാദത്തുകൾ, ആരാധനകളുടെ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുന്നവർ ജമാഅത്തിൽ അധികം പേരുണ്ട്. रातों को उठ कर नफल पढ़ने वाले हैं.
രാത്രികളിൽ എഴുന്നേറ്റുകൊണ്ട് അവർ നഫൽ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നു. जमात के लिए दुआएं करने वाले हैं, ജമാഅത്തിന് വേണ്ടി അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, तकवा पर कदम मारने वाले हैं. തഖ്വയിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു. तो अल्लाह ताला इनकी वजह से जमात पर फिर मजमूई लिहाज से भी फजल फरमाता है. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഗുണം കൊണ്ട് അള്ളാഹു ജമാഅത്തിന് വലിയ അനുഗ്രഹങ്ങൾ നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. लेकिन हज़रत मसीह मौऊद अलैहिस्सलाम अपनी जमात के अफराद की अक्सरियत को उस मयार पर देखना चाहते हैं जो आपने बयान फरमाया है. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്നത് ജമാഅത്തിലെ കൂടുതൽ ആൾക്കാരും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ ഒരു സ്ഥാനം കരസ്ഥമാക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ताकि जमात के हर फर्द का अल्लाह ताला से ज़ाती ताल्लुक़ पैदा हो जाए. ജമാഅത്തിലെ ഓരോ വ്യക്തിക്കും അള്ളാഹുമായിട്ട് വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധം ഉണ്ടായിത്തീരണം. हर फर्द जमात उन बरक़ात से फैज़ पाने वाला हो जाए जो अल्लाह ताला की रज़ा को हासिल करने की कोशिश करने वाले पाते हैं. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ കരസ്ഥമാക്കുന്ന ആ അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും തന്നെ കരസ്ഥമാവുകയും ചെയ്യേണ്ടതാണ്. जितना ज़्यादा हर फर्द जमात का तकवा का मयार बढ़ेगा उतनी जल्दी हम अहमियत के गलबा के नज़ारे देखने वाले होंगे. ഓരോ വ്യക്തികളുടെയും ആത്മീയമായ സ്ഥാനം തഖ്വയുടെ സ്ഥാനം ഉയരുന്നതനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായിരിക്കുന്ന ആ ഉന്നതമായിരിക്കുന്ന വിജയ ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. जैसा कि मैंने कहा, ഞാൻ പറഞ്ഞതുപോലെ अपने माहौल को उन नेक अमाल की वजह से जिनके करने का अल्लाह ताला ने हुक्म फरमाया है, हम दूसरों को जो माहौल है अपना उनको भी अपनी तरफ खींचने वाले होंगे. അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ അത് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ആ ചുറ്റുപാടിനെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും നമ്മളിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. हमारी इन बातों की वजह से हमारी दावत इल्लाह की कोशिश भी बराबर होगी. നമ്മുടെ ആരാധനകൾ ഉന്നതമാകുമ്പോൾ നമ്മുടെ ദഅവത്തെ ഇലല്ലാഹ് പ്രവർത്തനങ്ങളും ഫലപ്രദമായി തീരുന്നതാണ്. अल्लाह ताला के फजल से बहुतों को मैंने मुलाकात के दौरान इखलास व वफा से पुर पाया है. ഞാൻ മുലാഖാത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലരെയും തന്നെ ഈ ആത്മാർത്ഥതയിലും കൂറിലും വളരെയധികം മുന്തി നിൽക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. और उनको दुआओं की कबूलियत पर यकीन से पुर पाया है. അഹമ്മദിയത്തിന്റെ സത്യതയിൽ അവര് ദൃഢരാണ് എന്ന് എനിക്ക് കാണാൻ സാധിച്ചു. अल्लाह ताला पर कामिल ईमान और उसकी रजा के हसूल की कोशिश उनकी बातों से आया थी. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിലും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിലും അവര് പരിശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. बहुत सी औरतों और मर्दों ने अपने और अपनी औलाद के दीन में तरक्की करने की बातें की. പല പുരുഷന്മാരും സ്ത്രീകളും അവരുടെ വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങൾ പറയുകയുണ്ടായി. उनके लिए दुआ के लिए कहते रहे. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി എന്നോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. यही वजह है कि खिलाफत और जमात से भी उन लोगों का पुख्ता ताल्लुक है. കാരണം ഇവർക്ക് ഇത് പറയാനുള്ള കാരണം അവർക്ക് ഖിലാഫത്തിനോടും ജമാഅത്തിനോടും അത്രമാത്രം ആത്മാർത്ഥമായ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. बस इस ताल्लुक को, इस जज्बे को ना सिर्फ कभी आपने मरने नहीं देना बल्कि इसमें हर रोज इजाफे की कोशिश करनी है.